ഹലോ ഗെയ്സ്, അസ്സലാമു അലൈക്കും. ഞാനിന്നിവിടെ നമ്മളെ നാടൻ മൈലാഞ്ചി, വീട്ടിലുള്ള മൈലാഞ്ചി പെട്ടെന്ന് ചോക്കാനുള്ളൊരു ഐഡിയയുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ വീഡിയോ ആണ് ഇട്ടിരിക്കുന്നത്. മൈലാഞ്ചിയൊക്കെ എളുപ്പത്തിൽ കുറച്ച് നേരം ഇട്ടാൻ പറ്റും. 1.5 മണിക്കൂറിനൊക്കെ ഇട്ടാലേ നല്ലോണം ചോപ്പാവട്ടെ. കൂടി 3 ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്താൽ മതി നമ്മളെ വീട്ടിലുള്ള. നല്ലത് ഞാൻ ഇട്ടപ്പോൾ നല്ലോണം ചോത്തിട്ടുണ്ട് കേട്ടോ. നാച്ചുറലായ മൈലാഞ്ചി അതിട്ടാൽ നമുക്കൊരു കേടുണ്ടാവില്ല. അത് കുറേ കാലത്തിന് പോവില്ല കേട്ടോ. വീട്ടിലൊക്കെ മൈലാഞ്ചി ഉണ്ടെങ്കിലേ നിങ്ങളൊക്കെ ഒന്ന് ഇട്ട് നോക്കി. അങ്ങനെ നമ്മളെ വീഡിയോ ഇഷ്ടമായാലും നമ്മളെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ആ ബെല്ലൈക്കനൊക്കെ ഒന്ന് അമർത്തിയിട്ടേ ഇഷ്ടപ്പെട്ടാൽ നമുക്കൊന്ന് സപ്പോർട്ടൊക്കെ ചെയ്യണേ. നമുക്ക് മൈലാഞ്ചി ഊരാൻ പോയാലോ? നല്ല മഴ തന്നെ കേട്ടോ. അപ്പോൾ ഞാൻ പോയി കണ്ട മൈലാഞ്ചിയൊക്കെ ഒരു കുട്ടികൾക്കും വേണ്ടി അരച്ചതാട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യമ്മ ഇട്ടതാ. ഏതായാലും പെരുന്നാളല്ലേ, മൈലാഞ്ചി ഇടണമല്ലോ. നോമ്പാകുമ്പോൾ പകൽ പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഗെയ്സ് ഞാൻ മൈലാഞ്ചിയൊക്കെ ഊരിക്കൊടുക്കും കേട്ടോ. ഈ മൈലാഞ്ചി മരത്തുമ്പോൾ കൂടി എന്തൊക്കെ സാധനങ്ങളാണ് ഉണ്ടായിരിക്കണത്. കുമ്പളങ്ങൻ്റെ വള്ളി കയറിയിരിക്കണു, പാണലിൻ്റെ മരം ഉണ്ടായിരിക്കണു, ഇതിൻ്റെ വള്ളി കയറിയിരിക്കണു. ആകെ മൈലാഞ്ചി മരത്തുമ്പോൾ കുറച്ച് സാധനങ്ങളാട്ടോ. എന്നാലും മൈലാഞ്ചി അടിയിലുണ്ട്, കിട്ടുന്നിടത്തൊക്കെ ഉണ്ട്. മൈലാഞ്ചി അങ്ങനെ ഉയർന്നാണ് പോയതാണ്. അങ്ങനെ മൈലാഞ്ചിയൊക്കെ ഊരിക്കൊടുന്നിട്ടേ നമുക്കതിൻ്റെ കമ്പും ചുള്ളിയും ഇതൊക്കെ എടുത്ത് വെറും ഇല മാത്രം എടുത്തിട്ടേ നമുക്കതിക്ക് എന്തൊക്കെ അരക്കാൻ കൂട്ടുകയെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ 2-3 സാധനങ്ങൾ കൂട്ടി നിങ്ങൾ മൈലാഞ്ചി അരച്ച് നോക്കി. പെട്ടെന്ന് ചോക്കൂട്ടോ, കുറേ നേരം ഇട്ടൊന്നും വേണ്ട. ഒക്കെ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് ചേർക്കുന്നത്. അങ്ങനെ നമുക്കൊരു മിക്സിയുടെ ജാറിൽ, ഞാൻ അമ്മിമ്മ കേട്ടോ അരക്കരുത്, അമ്മി മൂർച്ചല്ലാത്തതുകൊണ്ടേ ഞാൻ മിക്സിയുടെ ജാറിൽ അരക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് കുറച്ച് തേയില വെള്ളം വേണം കേട്ടോ. അതിക്ക് കുറച്ച് തേയില വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ എന്താ പറയുക, അധികം വെള്ളം ഏറിയാൽ പിന്നെ നമ്മൾ മൈലാഞ്ചി ഇടുമ്പോൾ കയ്യുമ്മ കൂടി ഇങ്ങനെ പിന്നെ അരിയില്ല. ഒരു ലേശം തുള്ളി ഒഴിച്ചു കൊടുത്തിട്ടേ ഒരു ചെറുനാരങ്ങൻ്റെ മുറി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒരു ചെറുനാരങ്ങൻ്റെ മുറി ഒഴിച്ചു കൊടുക്കുക. കുറച്ച് തേയിലൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. നല്ല കട്ടിയില്ല, ഒരു 2 ടീസ്പൂൺ തേയില തിളപ്പിച്ചിട്ടേ അതിനൊരു തുള്ളി വെള്ളം. പിന്നെ ഗ്രാമ്പു കേട്ടോ അതിലേക്ക് വേണ്ടത്. ഗ്രാമ്പൊക്കെ എല്ലാവരും വീട്ടിലുണ്ടാവണമല്ലോ. ആ ഗ്രാമ്പു ഇട്ട് കൊടുക്കട്ടോ. ഇനി നമുക്കൊരു സാധനം കൂടി ചേർക്കാം കേട്ടോ. വാളൻപുളി, അതും കൂടി ചേർക്കണം കേട്ടോ. അങ്ങനെ ആ പുളിയും കൂടി ചേർക്കുമ്പോഴേ നാരങ്ങൻ്റെ പുളിയും വാളൻപുളിയും കടാവുമ്പോൾ നല്ലോണം പെട്ടെന്ന് ചോക്കും കേട്ടോ. ആ ഗ്രാമ്പും കൂടിയാണ് ഇടുമ്പോഴേ മൈലാഞ്ചി പെട്ടെന്ന് ചോക്കും. ഒരു വാളൻപുളി ഇത്ര ഇട്ടോ. ഒരു നെല്ലിക്കൻ്റെ വലുപ്പത്തിൽ വാളൻപുളി ഇട്ട് കൊടുക്കുക. ഇത് നന്നായി അരച്ചെടുക്കാം കേട്ടോ. വെണ്ണ പോലെ അരക്കണം കേട്ടോ. അപ്പോഴുള്ളത് മൈലാഞ്ചി നല്ലോണം ചോക്കുക. നമുക്ക് പുള്ളിയൊക്കെ കുത്തണമെങ്കിലൊക്കെ ഒരു ഇരിക്കളെടുത്താണ് ഇങ്ങനെ പുള്ളി എത്തിയാൽ മതി. പണ്ടുള്ള ആൾക്കാരൊക്കെ അങ്ങനെയല്ലേ മൈലാഞ്ചി എത്തിയത്. അപ്പോഴല്ലേ ഇപ്പോൾ ട്യൂബൊക്കെ വന്നത്. ഞങ്ങളൊക്കെ അങ്ങനെ കേട്ടോ മൈലാഞ്ചിയുടെ. ഞങ്ങളൊക്കെ കുട്ടികളെ വളഞ്ഞ് ഉരുക്കിയിട്ട് ചക്കൻ്റെ വളഞ്ഞ് ഉരുക്കിയിട്ട് അതിട്ട് പുള്ളി എത്തിയിട്ട് മൈലാഞ്ചിയോടെ പൊതി. അങ്ങനെ ഞങ്ങൾ മൈലാഞ്ചി ഇട്ടുണ്ട്. അപ്പോൾ ചുവപ്പുമ്പോൾ വെള്ള പുള്ളിയാക്കരം മൈലാഞ്ചി. നല്ല രസമാക്കരം. മൈലാഞ്ചി വളഞ്ഞ് ചൂടാക്കുമ്പോൾ കയ്യൊക്കെ ഒന്ന് പൊള്ളുട്ടോ. അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചിട്ടാണ് കുത്തുക. ചെറുതായിട്ടൊരു ചൂടൊക്കെ ഉണ്ടാവും അല്ലേ. കൈ ഞാൻ അരച്ചപ്പോൾ തന്നെ നല്ലോണം ചോന്നിക്കണം കേട്ടോ. ഒന്നുകൂടി അരക്കണം, ഒന്നുകൂടി ഫൈനായിട്ട് അരക്കണം. അത്ര തോനെ മൈലാഞ്ചി അരച്ചപ്പോൾ കണ്ടില്ല എത്ര മൈലാഞ്ചിയാണ് കിട്ടിയിട്ടുള്ളൂ കേട്ടോ. അരക്കുമ്പോൾ കുറച്ചേ ഉണ്ടാവും. ഇനി നമുക്കിതൊക്കെ ഒന്നുകൂടി അരച്ചിട്ടേ ഒരു വാഴൻ്റെ ഇലയ്ക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. നല്ലോണം അരിഞ്ഞിട്ട് കേട്ടോ. ഇനി ഒരു ഇറുക്കിളി എടുത്തിട്ട് ഇതാണ് ഇട്ടാൽ വെള്ളമൊക്കെ പാകമാണ്. വെള്ളം അധികം പാരരുത്. വെള്ളം അധികം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ കയ്യുമെന്ന് ഇങ്ങനെ ഒലിച്ചു പോകും. ഇതാണ് അതിൻ്റെ ഒരു പാകം കേട്ടോ. ഈ വാളൻപുളിയും ചെറുനാരങ്ങയും ഗ്രാമ്പും ഇതൊക്കെ ഇങ്ങോട്ട് തേയിലൻ്റെ വെള്ളം ഇതിട്ടിട്ടാണ് അരച്ചാൽ ഇത് പെട്ടെന്ന് ചോക്കും കേട്ടോ. ഏത് ചോക്കാത്ത മൈലാഞ്ചി ചോക്കും. അങ്ങനെ ഞാൻ മൈലാഞ്ചിയൊക്കെ ഇട്ടിട്ടേ ഞാനൊരു ഡിഷിൽ വളർത്തിട്ട് കേക്ക് കാണിച്ചു തരാം. അധികം നേരമൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. നല്ലോണം ചോത്തിട്ടുണ്ട്. ഇതല്ലേ നല്ലോണം ചോത്തുണ്ട്. ഈ കറുത്ത കളറാണ് നിങ്ങൾ കുറച്ചുകൂടി നേരം ഇട്ടാൽ മതി കേട്ടോ. കറുപ്പ് കളറാവും. നല്ലോണം ചോത്തുണ്ട് കേട്ടോ. നമ്മൾ മൈലാഞ്ചിയൊക്കെ പെരുന്നാൾക്ക് ഇങ്ങനെ നിട്ടോക്കെ വീട്ടിലുണ്ടെങ്കിൽ നാച്ചുറലായ മൈലാഞ്ചി. എന്നാൽ വീഡിയോ ഇഷ്ടമായാൽ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ ബെല്ലൈക്കൺ ഒന്ന് ഇതാക്കിയിട്ടേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തുള്ളൂ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം.